എന്ന് പറയുന്നത് യോഹന്നാൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾക്ക് ആധാരമായിട്ടാണ് നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾക്ക് ആധാരമാക്കി. പ്രൈസ് ലോർഡ്. 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാൻ ദൈവജനത്തിന് കൊടുക്കുന്ന ഒരു വാണിങ്ങോട് കൂടെയാണ്, അല്ലെങ്കിൽ ദൈവജനത്തോട് പറയുന്നത്, നിങ്ങൾ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ അനേക ആത്മാക്കൾ ഉണ്ട്, എന്നാൽ അവയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയണം എന്നുള്ളതാണ്. അതിനെ ശോധന ചെയ്ത് പ്രൈസ് ലോർഡ് മനസ്സിലാക്കണം എന്നുള്ളതാണ് യോഹന്നാൻ പറഞ്ഞ് ആരംഭിക്കുന്നത്. എന്നിട്ട് ദൈവാത്മാവിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് 2 വ്യത്യസ്തമായ നടപടിക്രമങ്ങളിലൂടെ, 2 വ്യത്യസ്തമായ രീതികളിൽ എങ്ങനെ ദൈവാത്മാവിനെ ശോധന ചെയ്ത് തിരിച്ചറിയാം എന്ന് പറയുന്ന ഭാഗങ്ങളാണ് താഴെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനത്തിന് കൊടുക്കുന്ന ഒരു വാണിംഗ് ആയിട്ട് അതിനെ കണക്കാക്കുവാനായിട്ട് കഴിയുന്നു. കാരണം ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശോധന ചെയ്യുക എന്നുള്ളതായ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് നമുക്കറിയാം, പൊന്ന്, അതായത് ആഭരണം പണിയുന്നതായ, ആഭരണം ഉണ്ടാക്കുന്നതായ ഗോൾഡ്, ആഭരണമുണ്ടാക്കുന്നതായ വ്യക്തി താൻ എത്രമാത്രം അതിനെ ശുദ്ധി ചെയ്താണ് ആ ലോകത്തെ ശുദ്ധിയുള്ളതായ ഒന്നാക്കി അതിനെ വേർതിരിക്കുന്നത്. അതായത് എത്രമാത്രം കഠിന പരിശ്രമത്തിലൂടെ കടന്നുപോയിട്ടാണ് ശുദ്ധമായ പൊന്ന് വെളിയിൽ വരുന്നത്. അതുപോലെ ശോധന ചെയ്യണം എന്നുള്ളതാണ് ഈ വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവാത്മാവിനെ എന്ത് ചെയ്യുക? തിരിച്ചറിയുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. പ്രൈസലോ. അങ്ങനെയെങ്കിൽ ആത്മാക്കളെ ശോധന ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു ദൗത്യം ദൈവാത്മാവ് ദൈവജനത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്ത് അറിയണം എന്ന് പറയുന്നത്. 4:2 പറയുന്നത്, ദൈവാത്മാവിൻ്റെ പ്രത്യേകതയാണ് അവിടെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവാത്മാവിൻ്റെ പ്രത്യേകതയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് ആണ് എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കാത്ത
യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളത് അല്ല എന്ന് അങ്ങനെ അവിടെ പറയുന്നു. മൂന്നാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അന്തിക്രിസ്തു അത് ആത്മാവിൻ്റെ പ്രത്യേകത അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത വാക്യത്തിൽ ദൈവമക്കൾ പ്രൈസലോ എന്താണ് അവിടെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത്? ദൈവമക്കൾ ഈ ആത്മാവിനെ ജയിച്ചിരിക്കുന്നതായിട്ടും അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ യോഹന്നാൻ പ്രൈസലോ ഹല്ലേലൂയ തൻ്റെ ലേഖനത്തിൽ കൂടെ, ഒന്നാമത്തെ ലേഖനത്തിൽ കൂടെ പറയുവാൻ ശ്രമിക്കുന്നത് ഇതാണ്: ആത്മാക്കളെ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് നാം ശോധന ചെയ്ത് മനസ്സിലാക്കണം എന്നുള്ളതായ ഒരു ദൗത്യം, ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു കർത്തവ്യം ദൈവജനത്തിനുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അങ്ങനെ ശോധന ചെയ്യുവാൻ ആയിട്ട് കാരണമായിട്ട് പറയുന്നത്, ഈ ലോകത്തിലേക്ക് കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുകയാൽ എന്തുകൊണ്ടാണ് നാം ആത്മാക്കളെ വിവേചിക്കേണ്ടതിന് എന്ന് യോഹന്നാൻ വ്യക്തമായി പറയുന്നു. കാരണം കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ അതുകൊണ്ട് ഏതാത്മാവിനെയും വിശ്വസിക്കരുത്. കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും ലോകത്തിലേക്ക് വന്നിരിക്കുകയാ. അതുകൊണ്ട് ദൈവജനം ഇവരെ തിരിച്ചറിയേണ്ടത് എപ്രകാരമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ യോഹന്നാൻ വ്യക്തമാക്കുന്നു. ഒന്ന്, കള്ളപ്രവാചകന്മാരെയും കള്ള ഉപദേശകന്മാരെയും തിരിച്ചറിയുവാനുള്ളതായ ഒന്നാമത്തെ ടെസ്റ്റിംഗ് രീതിയാണ് 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ 2-3 വാക്യങ്ങൾ പറയുന്നത്. അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്: യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറയുന്നു. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ആത്മാക്കളുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് അവിടെ വ്യക്തമാക്കുന്നു. ഒന്നാമത്തെ രീതി, യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നവർ ആരല്ല? ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല എന്നുള്ളതാണ്. ഞാൻ ജഡാവതാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക നിലയിലാണ് ഞാൻ പറയുന്നത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു, അവൻ ഈ ഒരു മനുഷ്യനായി ലോകത്തിൽ ജനിച്ചു എന്നുള്ളതിനെ വിസ്മരിക്കുന്നവർ, എന്നുള്ളതിനെ ത്യജിക്കുന്നവർ ആരല്ല? ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല എന്ന് വ്യക്തമായി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സവിസ്തരം വിവരിക്കുന്ന യോഹന്നാൻ ഏവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീരുകയായിരുന്നു സംഭവിച്ചത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ജനനം എപ്രകാരമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് മാനുഷിക ചിന്ത കടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല.
ദൈവത്തിന്റെ വചനം പറയുന്നു, വചനം ജഡമായി തീർന്നു. വേർഡ് ബിക്കം ഫ്ലെഷ് എന്നാ പറയുന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ജഡമായി തീരുകയായിരുന്നു. അതായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി, അവന്റെ ജനനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതുപോലൊരു ജനനം ഇനി ആവർത്തിക്കപ്പെടുവാൻ ഇടയില്ലാത്ത ജനനമാണ്. ഇതുപോലൊരു ജനനം ഇനിയും ഉണ്ടാകത്തില്ല ലോക ചരിത്രത്തിൽ. കാരണം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളതായ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ നിവർത്തീകരണം സംഭവിച്ചു. അത് സംഭവിച്ചത് ഇപ്രകാരമായിരുന്നു: വചനം ജഡമായി തീരുകയായിരുന്നു. അല്ലാതെ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന അവരുടെ ഐഡിയ പോലെ അല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. The word become flesh എന്നാ പറയുന്നത്. എബ്രായ ലേഖനക്കാരൻ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. നോക്കണമേ, പദപ്രയോഗം നോക്കണം. ദൈവമക്കൾ ജഡപ്രകാരമുള്ളവരായതുകൊണ്ട് അവരും അവരെ പോലെ ജഡപ്രകാരം വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നുള്ളതാണ് ദൈവവചനം യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറയുന്ന ദൈവശാസ്ത്രം. ഇനിയും ഫിലിപ്പിയ ലേഖനത്തിൽ നാം കാണുന്നത്, അവൻ വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി, തന്നെ താൻ ത്യജിച്ച് ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. ഈ ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അനേകർ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നവരായിട്ടുണ്ട്. അനേകരെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത ആത്മാവുക്കളൊക്കെയും ദൈവത്തിൽ നിന്നും ഉള്ളവരല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആത്മാവാണ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല. യോഹന്നാൻ പറയുന്നത് അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെയും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശു ക്രിസ്തുവിനെ തന്നെ നിഷേധിക്കുന്നത് ഏതാത്മാവാണ്? അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്ന് പറയുന്നു. ഒന്നാമത് ദൈവത്തിന്റെ ആത്മാവിനെ നാം മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാക്കളൊക്കെയും ദൈവത്തിൽ നിന്നുള്ള ആത്മാക്കളാണ് എന്ന് അവിടെ നാം കാണുന്നു. അടുത്തതായിട്ട് പറയുന്നത്, ദൈവാത്മാവിനെ എങ്ങനെ തിരിച്ചറിയാമെന്നറിയാമോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ നിഷേധിക്കുന്നവരായ ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ നാം ജയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ടാ. അവിടെ പറയുന്നത് നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് കാണുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ പറയുവാൻ ശ്രമിക്കുന്നത്, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ താൻ രേഖപ്പെടുത്തുന്ന 2 വ്യത്യസ്ത ആൾക്കാരെ, ഒന്ന് ദൈവത്തിൽ നിന്നുള്ളവർ, രണ്ടാമത് പറയുന്നത് ലോകത്തിൽ നിന്നുള്ളവർ എന്നാണ് പറയുന്നത്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു. They are from world and they speak like worldly people. അവർ ലോകത്തിൽ നിന്നുള്ളവരാ, അവർ ലോകത്തെ പോലെ സംസാരിക്കുന്നവരാ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ദൈവാത്മാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത യോഹന്നാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ അംഗീകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൽ നിന്നുള്ളവർ. രണ്ടാമത് താൻ പറയുന്നത്, അങ്ങനെ ആരെങ്കിലും യേശു ക്രിസ്തു ദൈവപുത്രൻ അല്ല എന്ന് നിഷേധിക്കുന്നുവെങ്കിൽ അവർ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് 5-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുവാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? വേറൊരു കൂട്ടരെ പരിചയപ്പെടുത്തുന്നു. അവരെങ്ങനെയുള്ളവരാണെന്നറിയാമോ? അവർ ലൗകികന്മാരാണ്, അവർ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കള്ളപ്രവാചകന്മാരെയും കള്ള ഉപദേശകന്മാരെയും തിരിച്ചറിയുവാൻ പറയുന്ന എങ്ങനെ സാധിക്കുമെന്ന് 2-ാമത്തെ വാക്യം വ്യക്തമാക്കുന്നു. അവരെങ്ങനെ സംസാരിക്കും? അവർ ലോകത്തിൽ നിന്നുള്ളവരാ. They are from the world. അവർ ലോകത്തിൽ നിന്നുള്ളവരാണെന്ന് പറയുന്നു. അടുത്തത് എന്താണ് പറയുന്നത്? അവരെ പറ്റി പറയുന്നത് അവർ ലോകത്തിൽ നിന്നുള്ളവരാ, അവർ ലൗകികമായത് സംസാരിക്കുന്നു. They are from the world and they speak from the world. കള്ളപ്രവാചകന്മാരെയും കള്ള ഉപദേശകന്മാരുടെയും പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ ലോകത്തിൽ നിന്ന് ഉള്ളവരാ, ദൈവത്തിൽ നിന്നുള്ളവരല്ല. അവർ തന്നെയുമല്ല, അവർ സംസാരിക്കുന്നത് ലോകത്തിൽ നിന്ന്. They are speak from the world. അവർ ലോകത്തിൽ നിന്ന് സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം, വാട്ട് ഈസ് their source of speaking? അവർ സംസാരിക്കുന്നതിനുള്ളതായ സോഴ്സ് എവിടെ നിന്നറിയാമോ? ഈ ലോകത്തിൽ നിന്ന്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നത് പോലെ മാനുഷിക ജീവിതത്തെ ദൈവാത്മാവിൽ കാണാതെ ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മാനുഷിക ജീവിതത്തെ പ്രസന്റ് ചെയ്യുന്നവരാണ് കള്ളപ്രവാചകന്മാർ, കള്ള ഉപദേശകന്മാർ. മനുഷ്യനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ദൈവത്തിന് ജനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ദൈവത്തിന് സഭയെ പറ്റിയുള്ള കാഴ്ചപ്പാട്, ദൈവത്തിന് നിത്യതയെ പറ്റിയുള്ള കാഴ്ചപ്പാട്, പ്രൈസലോ, ഇതിന് വിരുദ്ധമായിട്ട് ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സഭയിൽ ലോകം കുത്തി നിറച്ച് ജനത്തെ ഭൗതിക മോഹികളും ധനമോഹികളുമാക്കി പ്രസംഗിക്കുന്ന പ്രസംഗം, പ്രൈസലോ, അത് കള്ളപ്രവാചകന്റെ ആത്മാവാണ്. ഇവിടെ ഇതാ യോഹന്നാൻ പറയുന്നു, അവരെ എന്തു ചെയ്യുന്നു? 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ലൗകികമായത് സംസാരിക്കുന്നു. അതായത് ലോകത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞ് ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ പ്രസന്റ് ചെയ്ത് ലോകത്തിൽ ഉണ്ടാക്കുന്നതായ നേട്ടങ്ങളെ പറ്റി പറയുന്നവർ ലോകത്തിൽ നിന്നുള്ളവരാ, അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, എപ്പോഴും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചല്ല. അബ്രഹാം ചിന്തിച്ചത് തനിക്കിനിയും എങ്ങനെയും ആടുമാടുകളെ വർദ്ധിപ്പിക്കാം എന്നുള്ളതല്ല. അബ്രഹാമിന്റെ ചിന്തയും അബ്രഹാമിന്റെ വിശ്വാസവും പഴയ നിയമ വിശ്വാസവും പഴയ നിയമ ഭക്തന്മാരുടെ വിശ്വാസവും ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു.
തങ്ങൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ലോകം വിട്ട് കടന്നുപോയവരാണ് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറയുന്ന ഭക്തന്മാർ. എന്നാൽ കള്ളപ്രവാചകന്മാർ, കള്ള ഉപദേഷ്ടകന്മാർ ലോകത്തിലേക്ക് കടന്ന് പുറപ്പെട്ടു വന്നപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് ജനത്തിന്റെ ഉള്ളിൽ ധനമോഹവും, ജനത്തിന്റെ ഉള്ളിൽ സമ്പത്തിനുള്ള മോഹവും, ജനത്തിന്റെ ഉള്ളിൽ നിന്ന് നിത്യതയുടെ കാഴ്ചപ്പാടും ദൈവവചനം അനുസരിക്കേണ്ടതിനായുള്ള മനസ്സിനെ മാറ്റിക്കളഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്നുള്ളത് സംസാരിച്ച് ജനത്തെ വഴിതെറ്റിക്കുന്നവരാ. പലപ്പോഴും കള്ളപ്രവാചകന്മാരും കള്ള ഉപദേശകന്മാരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പലപ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാം ജനത്തിന് എന്താവശ്യമെന്നറിഞ്ഞ് അത് കൊടുക്കണമെന്ന്. ഞാൻ പറയട്ടെ, ഒരു ഉപദേശിയെ, ഒരു ദൈവദാസനെ ജനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും അല്ല ദൈവം വിളിച്ചത്. പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജനത്തോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകനെ പഴയ നിയമകാലത്തിലും പുതിയ നിയമത്തിലും ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കുന്ന രീതി. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജനത്തിന് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രസംഗിക്കുക. ഞാൻ പറയട്ടെ, ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കുവാനല്ല ദൈവം എന്നെ വിളിച്ചത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രസംഗിക്കുവാനാ. ദൈവവചനം എന്തു പഠിപ്പിക്കുന്നുവോ അത് പ്രസംഗിക്കുകയാണ്. കാരണം ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. ഇവിടെ പറയുന്നു, അവർ ലൗകികമായതുകൊണ്ട് ലൗകികമായത് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അടുത്തത് പറയുന്നത് എന്താണെന്നറിയാമോ? ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ആരുടെ വാക്ക് കേൾക്കുന്നു? ലോകത്തിൽ നിന്ന് സംസാരിക്കുന്നവർ, ലോകത്തിന്റെ വ്യൂ പോയിന്റിൽ പ്രസംഗിക്കുന്നവർ, ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ശുശ്രൂഷിക്കുന്നവർ, അവരുടെ വാക്ക് ആര് കേൾക്കുന്നു? ലോകം കേൾക്കുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ ദൈവദാസൻ പറയുവാൻ ശ്രമിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവാത്മാവിൽ ഉപയോഗിക്കുന്നവരുടെ വാക്ക് കേൾക്കുന്നവർ ആരാന്നറിയാമോ? ദൈവത്തെ അറിഞ്ഞവരാ. കാരണം അല്ലാത്തവർക്ക് ഇത് കേട്ടു നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. അല്ലാത്തവർ പറയും, ഇവനെന്തോ ഭോഷത്വമാണ് വിളിച്ചു പറയുന്നത്. അല്ലാത്തവർ പറയും, ഇവൻ എന്തോ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ദൈവത്തിനുള്ളവരാ, നാം ദൈവത്തിൽ നിന്നുള്ളവരാ, ലോകത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് നമുക്കൊരിക്കലും ലൗകികന്മാരെ പോലെ സംസാരിക്കുവാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച്, ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച്, ലോകരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് പഠിക്കണം. ദൈവത്തിൽ നിന്നുള്ളവർ പ്രൈസലോ അവരെ ജയിച്ചിരിക്കുന്നവരാണ്. ഇവിടെ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, നല്ല ആത്മാവ്, പരിശുദ്ധാത്മാവ് ഏതാണ്? ദുരാത്മാവ് അഥവാ ലോകത്തിൻ്റെ ആത്മാവ് ഏതാണെന്ന് ഇതിനാൽ നമുക്കറിയാം. ഏതിനാൽ അറിയാം? യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നവർ, ലോകത്തിൽ നിന്ന് സംസാരിക്കുന്നവർ, ഈ രണ്ടു രീതിയിൽ നമുക്ക് ദൈവാത്മാവേതാണ് ദുരാത്മാവേതാണ് എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും.
ഇവിടെ പറയുന്നു ദൈവത്തെ അറിഞ്ഞവർ നമ്മളുടെ വാക്ക് കേൾക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ വ്യഗ്രതയുള്ളവർ, ദൈവവചനത്തിൻ്റെ ഹല്ലേലൂയ പ്രസംഗങ്ങൾ കേൾക്കുവാൻ താല്പര്യമുള്ളവരാരാണെന്നറിയാമോ? അവർ ദൈവത്തെ അറിഞ്ഞവരാ. അവിടുത്തെ ആ പദം ഗ്രാമർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന് ലോകത്തിൽ നിന്നുള്ളവരെന്ന് പറഞ്ഞു. അവർ അവരുടെ വാക്ക് കേൾക്കുന്നു. എന്നാൽ ദൈവത്തെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ളവരെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവാത്മാവിൻ്റെ ശുശ്രൂഷ ഏതെന്നും ദൈവാത്മാവിൽ അല്ലാതെ ലോകത്തിൻ്റെ ആത്മാവിൽ ദുരാത്മാവിൽ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ ഏതാണെന്നും നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവജനത്തോട് പറയുന്നു, നിങ്ങൾ ഇതിന് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് പറയുന്നത്. ആത്മാവേദെന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരുടെയും രീതികൾ നമുക്കെങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അവരുടെ രീതികൾ, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ ഭാഷാ പ്രയോഗത്തിൽ നിന്ന്, അവരുടെ ശുശ്രൂഷകളിൽ നിന്ന് നമുക്കെന്ത് ചെയ്യാം? അവരെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല വൃക്ഷത്തെയും ആകാത്ത വൃക്ഷത്തെയും എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് അവിടെ മത്തായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നല്ല ഫലം കൊടുക്കുന്നതൊക്കെയും എന്താണ്? നല്ല വൃക്ഷമായിരിക്കും. ഫലം കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്? ഒന്ന് നാം മനസ്സിലാക്കുക, ഫലം കൊണ്ട് നമുക്ക് നല്ല വൃക്ഷത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. നല്ല വൃക്ഷത്തെയും ആകാത്ത വൃക്ഷത്തെയും ഫലം കൊണ്ട് നമുക്ക് നിന്ന് മനസ്സിലാക്കുവാൻ ആയിട്ട് കഴിയും. ലോകത്തിൽ നിന്നുള്ളതും ദൈവത്തിൽ നിന്നുള്ളതും എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വിദ്യയുള്ളൂ. ഫലം കൊണ്ട് നമുക്കവരെ എന്ത് ചെയ്യുവാൻ കഴിയും? മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഗിഫ്റ്റുകൾ കൊണ്ടല്ല നാം മനസ്സിലാക്കേണ്ടത്, ഫലം കൊണ്ടാണ് ഒരു വ്യക്തിയെ നാം മനസ്സിലാക്കുന്നത്. നല്ല പ്രവാചകനാണോ അതോ കള്ളപ്രവാചകനാണോ? നല്ല ഉപദേഷ്ടാവാണോ അതോ കെട്ട ഉപദേഷ്ടാവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എപ്രകാരമെന്നറിയാമോ? അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ ഫലം കൊണ്ട് നാം അവരെ എന്ത് ചെയ്യും? തിരിച്ചറിയും. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ അറിഞ്ഞവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും നമുക്കിതിനാൽ അറിയാമെന്നാണ്. അപ്പോൾ നോക്കണമേ, ദൈവാത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവ്, വഞ്ചിക്കുന്ന ആത്മാവ്, അത് ലോകത്തിൽ നിന്നുള്ള ആത്മാവാണ്. പ്രൈസിലോ വഞ്ചനയുടെ ആത്മാവ് ലോകകാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ കുത്തി നിറച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ളതായ നമ്മുടെ ബന്ധത്തെ അകറ്റിക്കളയുന്നതാണ് വഞ്ചനയുടെ സ്പിരിറ്റ്. എന്നാൽ ദൈവാത്മാവ് അങ്ങനെയല്ല. ഓരോ നാളും നിങ്ങളെ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ തിരുവചന പ്രകാരം വഞ്ചനയുടെ ആത്മാവ് എന്ന് പറയുന്നത് തെസ്സലോനിക്ക ലേഖനം പറയുന്നു, സാത്താൻ താനും തന്റെ വ്യാപാര ശക്തി കൊണ്ട് അനേക അത്ഭുതങ്ങൾ ചെയ്ത് ജനത്തെ മുഴുവൻ വഞ്ചിക്കുന്നതായ വഞ്ചനയുടെ ആത്മാവ്. ദൈവവുമായിട്ട് നിങ്ങളെ അടുപ്പിക്കുന്ന ആത്മാവല്ലത്. എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രത്യേകത അത് നിങ്ങളെ ദൈവവുമായിട്ട് അടുപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ നാളുകളിൽ ദൈവാത്മാവേതെന്നും സത്യത്തിൽ